തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൊയ്യുകയാണ് കാസർഗോഡ് രാവണേശ്വരം തണ്ണോട്ടെ ഉമ JLG ഗ്രൂപ്പ്. 2012-ൽ 6 അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഉമ ഗ്രൂപ്പ്. വർഷങ്ങൾ പിന്നിടുമ്പോൾ കൃഷിയിലൂടെ ലഭിക്കുന്ന മികച്ച വിളവും വിലയും ഈ കൂട്ടായ്മയ്ക്ക് ആത്മവിശ്വാസം പകരുകയാണ്. ഏക്കറോളം വരുന്ന തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്ത് കൃഷിയോഗ്യമാക്കി മാറ്റിയാണ് കുടുംബശ്രീ ഉമ JLG ഗ്രൂപ്പിലെ അംഗങ്ങൾ കൃഷിയിലെ കഴിവും മികവും തെളിയിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ രാവണേശ്വരം തണ്ണോട്ട് പ്രദേശത്താണ് തണ്ണിമത്തൻ കൃഷിയിൽ ഈ കൂട്ടായ്മ വിജയം കൊയ്തത്. ൽ 6 അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഉമ ഗ്രൂപ്പ്. കാലത്തിനനുസരിച്ച് കൃഷിരീതിയിൽ മാറ്റം വരുത്തി 2022-ൽ മോഡൽ CDSന്റെ ഭാഗമായി 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷിയും ചെയ്തിരുന്നു. ഇതിൽ വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും കൃഷിരീതിയിൽ ഒരു പുതുമ പരീക്ഷിക്കാൻ ഇവർക്ക് സാധിച്ചു. തണ്ണിമത്തൻ കൃഷിയിലും വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇറങ്ങിയത്. എന്നാൽ മികച്ച വിളവും വിലയും കൂട്ടായ്മയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഞങ്ങളിപ്പോൾ വത്തക്ക കൃഷി ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത്. ലാഭം ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. നല്ല മാർക്കറ്റ് വിലക്ക് തന്നെ നമുക്ക് വിൽപ്പന ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എവിടെയും കൊണ്ടുപോകേണ്ടി വരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് വാട്സാപ്പ് വഴി നവമാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തുമ്പോൾ ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. നമുക്കത് തൂക്കി കൊടുക്കുകയും പൈസ വാങ്ങുന്നൊരു ഇതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തണ്ണിമത്തൻ കൂടാതെ ചോളം, വെള്ളരി, മത്തൻ, കുമ്പളം, പയർ എന്നിവയും നെല്ല്, മധുരക്കിഴങ്ങ്, വെണ്ട, കപ്പ എന്നിവയും കൃഷി ചെയ്യാറുണ്ട്. 14 വർഷത്തെ പ്രയത്നം കൂട്ടായ്മയിലെ അംഗങ്ങളെ നല്ല കർഷകരാക്കി മാറ്റാൻ സഹായിച്ചു. ജില്ലാ മിഷന്റെ ഭാഗത്തു നിന്ന് നാമമാത്രമായ സഹായമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഭാവിയിൽ കൃഷി വികസനത്തിന് ആവശ്യമായ കൂടുതൽ സഹായം പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കൂട്ടായ്മ. ന്യൂസ് മലയാളം, കാസർഗോഡ്.